ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. 10ഓളം വില്ലകൾ വരുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റില് 9 വീടുകളിലും ആളുകൾ താമസമായതാണ്. റീസെന്റ് ആയിട്ട് പണി കഴിഞ്ഞു എന്ന് പറയാം. നമുക്ക് കുറച്ച് ഇവിടുന്ന് വർക്ക് കഴിഞ്ഞ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് പണി കഴിഞ്ഞ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4.6 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മെയിൻ റോഡ് ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മളുടെ ഈ ഒരു വില്ലകളിലേക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന് മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ബ്രിക്ക് മോഡൽ വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിയാൽ കാണാം, GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മതിലിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ സോളാറിൽ വർക്ക് ചെയ്യുന്ന മെയിൻ ഒരു ലൈറ്റും എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് 2 ഭംഗിയുള്ള ക്യൂബ് ഷേപ്പുള്ള ലൈറ്റ് ആണ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സി ഷേപ്പ് ആയിട്ടുള്ള വീടാണ്. നല്ല ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുമാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ള വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. മുകൾ ഭാഗത്ത് ബാൽക്കണിയിലൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിങ്ങുകളും സ്പോട്ട് ലൈറ്റുകളും അവിടെ ഇട്ടിരിക്കുന്ന ഭംഗിയുള്ള ഒരു LED സ്ട്രിപ്പുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് താഴെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഭംഗിയുള്ള കളറുള്ള ഒരു പെയിന്റും നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. മുറ്റം നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഒന്നാമത്തെ കാർ പറിക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. കാർ പോർച്ചിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വെഹിക്കിൾസിന്റെ ചാർജ് ചെയ്യാവുന്ന പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനും 2 വീലർ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം ഒരു ഗസ്റ്റ് ഒക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെറിയ കാറൊക്കെ ആണെങ്കിൽ 3 വരെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ അതിനായിട്ട് അവിടെ കിട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോകുമ്പോൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ കിണറാണ്. നമുക്ക് ബാക്ക് സൈഡിലായിട്ടൊരു കിണറുണ്ട്. ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു പാഷ്യൂ ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ടാണ് അതിന്റെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് നിന്നത് കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ഗ്രാനൈറ്റ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ഡോറുകളൊക്കെ നമുക്ക് ടീക്ക് വുഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ബെഡ്റൂമിന്റെ ഡോർസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിൽ കാണുന്നതാണ് വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയായ ഡിസൈനിൽ 2 പാളികളായിട്ട് 2 പീസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കിയാലും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഡോർ തുറന്നിട്ട് ലിവിംഗിലേക്ക് കടക്കാം. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കിയാൽ ലെങ്തി ആയിട്ടുള്ള വൈറ്റ് കളർ ടൈലാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂം കംപ്ലീറ്റ്ലി ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതിന് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ തന്നെ നമുക്ക് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ താഴെയും നമുക്ക് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്.
ടി വി വെക്കാനുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ബോർഡാണ് മെയിൻ ആയിട്ട് ടി വിക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് ഡോർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പോർഷൻ നമുക്ക് ഒരു ഡബിൾ ഹൈറ്റഡ് വരുന്നത് കവർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്താണെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ഒരു ഭംഗിയുള്ള പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്റർണൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. ബ്രിക്ക് മോഡൽ ആയിട്ടുള്ള വർക്കാണ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയും സൈഡിലും ഒക്കെ നിറയെ കബോർഡുകളാണ്. ഏറ്റവും ലാസ്റ്റ് താഴെ നോക്കിയാൽ കാണാം, അവിടെ നമുക്ക് ചെറിയൊരു വുഡൻ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാഷ് ബേസിൻ വെച്ചിരിക്കുന്ന ഏരിയ ചെറിയൊരു പാസേജ് പോലെയാണ് കിട്ടുന്നത്. അതിന്റെ മുകളിലേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ്, ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ മോഡൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് ഇപ്പോൾ തൽക്കാലം വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് ഇൻവെർട്ടർ വെക്കാൻ യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാബിനായിട്ട് നമുക്ക് അവിടെ തിരിക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് 4 കിട്ടുന്നത്. ഇന്റേണൽ പ്ലാൻസ് ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ അളവ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 8 അടി വീതിയുമാണ് കിട്ടുന്നത്. ഒരു 5-6 പേർക്ക് ഇരിക്കാവുന്ന ഒരു നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് തന്നെയാണ്. അതിന്റെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലും നല്ല ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് ഈ ഒരു പോർഷൻ വന്നിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു പാഷ്യൂ ഏരിയയിലേക്കാണ്. ആ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഭംഗിയുള്ള സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് ഈ പാഷ്യൂ ഏരിയനെ എടുക്കാവുന്നതാണ്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ക്രോക്കറി ഷെൽഫും കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നിറയെ ഓപ്പൺ ഷെൽഫുകളും അതിനിടയിലൊക്കെ ബൾബുകൾ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാബറിന്റെ ഒരു ചിമ്മിണി ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഗ്രീൻ കളറിലാണ്. അതിനിടയ്ക്ക് ചില വുഡൻ കളറിലൊരു ഓപ്പൺ ഷെൽഫുകൾ കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നമുക്ക് താഴെ 3 വിൻഡോസും ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ 2 വിൻഡോസും ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഒക്കെ ഏറ്റവും മുകളിലായിട്ട് വേറെ 2 വിൻഡോസും 3 വിൻഡോസ് അഡീഷണൽ ആയിട്ട് വേറെയുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് സ്ലാബുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ പാഷ്യൂ ഏരിയയും കണ്ടത്. കുറച്ച് വർക്കുകളും കൂടെ മാത്രമൊക്കെയാണ് ഇവിടെ ഫൈനൽ ഫിനിഷിങ്ങിനായിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറാണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ബെഡ്റൂംസ് കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ്. ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസുമാണ് കിട്ടുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. മിറർ വെക്കാനുള്ള വർക്ക് മാത്രമാണ് നമുക്കിനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ കളറിൽ വുഡൻ കോമ്പിനേഷനും കൂടെ കൂടിയിട്ടാണ് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടുത്തെ പെയിന്റിങ്ങിന്റെ ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ജെറയുടെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഭംഗിയായിട്ടുള്ള കളറിലാണ്, നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്.
ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു പാസേജിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു ഷോളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ച ആ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. മുകളിലും താഴെയും സേഫ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി മിഡിൽ പോർഷനുള്ള ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് രണ്ടെണ്ണം ഈ ഒരു വോളിലാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബുകൾ വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളർ തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് കളർ കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഹാൻഡ് റൈൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കയറി നമ്മൾ സ്റ്റെപ്പ് കയറി ഈ ഭാഗം വരെ നമുക്ക് ആ വുഡൻ ടൈപ്പ് ഓഫ് ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ റൂഫിൽ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ നിന്നപ്പോൾ കണ്ട ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. ഈ ഭാഗത്ത് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കിട്ടുന്നുണ്ട്. അവിടെയും മനോഹരമായിട്ടുള്ള ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നല്ല വുഡൻ ആയിട്ട് ഭംഗിയായിട്ട് ഗ്രേ കളറും വുഡൻ കളർ കോമ്പിനേഷനിലുമാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയെല്ലാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ് നമുക്ക് ഇവിടെ വുഡൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി സ്ട്രൈറ്റ് വരുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഡോർ വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട്, പൗഡേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ വാർഡ്രോബ് കിട്ടുന്നുണ്ട്. വാഷ് ബേസിൻ വെക്കാനായിട്ടുള്ള വേസ്റ്റ് വാട്ടർ പോകാനുള്ള യൂണിറ്റും പൈപ്പ് കണക്ഷനും ഒക്കെ ഇവിടെയാണ്. നമുക്ക് ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് കണ്ടത്. നമ്മൾ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ മുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ എല്ലാം തന്നെ കിട്ടുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ വളരെ വിശാലമായ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, നീണ്ടു നിവർന്നൊരു വലിയ ഏരിയ തന്നെയാണ് ബാൽക്കണിക്കായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ വർക്കുകൾ നമ്മൾ താഴെ നിന്നപ്പോൾ എലിവേഷന്റെ ടൈമിൽ കണ്ടതാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. എഡ്ജ് വരുന്ന ഈ പോർഷനുകളെല്ലാം തന്നെ PVC പാനലിംഗ് ചെയ്തിട്ട് ചെറിയ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ TV യൂണിറ്റ് കണ്ടിരുന്നു. നമുക്കിവിടെ TV കാണാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ്, ഒരു സീറ്റിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ ഇട്ടാൽ മാത്രം മതി. അതിന് താഴെയും നല്ല രീതിയിൽ കബോർഡ് സ്പേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന ബോർഡിൽ സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്, ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലുകൾ തന്നെയാണ് ഇവിടെയും ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട 3 ബാത്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. താഴെ നിന്ന് കാണുന്ന ആ ഭംഗിയുള്ള ഗ്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെയും കിട്ടുന്നത്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസ് ആണ് കിട്ടുന്നത്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ട അതേ കളർ കോമ്പിനേഷനുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു റീഡിംഗ് ടേബിളും കൂടി കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ റീഡിംഗ് ടേബിളും അതുപോലെ തന്നെ മുകളിലും താഴെയും നമുക്ക് ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളിലുള്ള ആ ഒരു ഫ്രെയിം വർക്ക് എല്ലാം തന്നെ കഴിഞ്ഞു കിടക്കുന്നത്.
മുകളിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED ലൈറ്റും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കളറാണ് ബാത്റൂമിനകത്ത് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ തിറയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 10 വില്ലകൾ വരുന്നൊരു വില്ല പ്രൊജക്ടിനകത്തുള്ള ലാസ്റ്റ് ഒരു വീടാണ് നമുക്കിത് സെയിലിനായിട്ടുള്ളത്. ബാക്കി എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. ഇൻഫോ പാർക്ക്, ലുലു, ഇടപ്പള്ളി, ആലുവ, നമുക്ക് മെട്രോ സ്റ്റേഷൻ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ് ഈ ഒരു സ്ഥലത്തു നിന്നും ഉള്ളത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.6 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2100 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 4.5 സെന്റ് ഓഫ് ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് വെല്ലുണ്ട്. അതുകൂടാതെ നമുക്ക് കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 2 കാറുകളും അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 89 ലക്ഷം രൂപയാണ്. 89 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുന്ന സമയത്ത് ഓണറുമായി നേരിട്ട് സംസാരിച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങി തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടവര് എത്രയും പെട്ടെന്ന് ലേറ്റ് ആവേണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന നല്ലൊരു വീടാണ്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.